എൻ്റെ പേര് ജിജോ. ഞാൻ തൃശ്ശൂർ കാരമുക്ക് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ. ആദ്യത്തെ സാക്ഷ്യം കൊറോണയുടെ സമയത്ത് കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയത്ത് വന്ന് ഞാനിവിടെ സാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ചെയ്തിട്ടുള്ള എല്ലാ അനവധി അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സാക്ഷ്യം പറയാനായിട്ട് വൈകിപ്പോയതിൽ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുന്നു. ആദ്യമായി തന്നെ എനിക്ക് ഒരു ആറ് വർഷങ്ങളായി, എനിക്ക് അറിഞ്ഞ 6 വർഷങ്ങളായി ഫ്ലാറ്റ് ഫുട്ട് കാരണം കൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് അടുപ്പിച്ച ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നിൽക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. കാലുവേദന വന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ നീങ്ങുകയും ശരിക്ക് നടക്കാൻ പറ്റാതെ ഒരു സ്ഥലത്തിരിക്കാനൊക്കെ അങ്ങനെ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡോക്ടറിനെ അധികം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ നിയോഗത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. നിയോഗത്തിൽ ഇത് വെച്ചിട്ട് ഞാൻ ഈ നേർച്ച വസ്തുക്കളായ എണ്ണയും ഉപ്പും ഉപയോഗിച്ച് കാലുമ പുരട്ടുകയും അതുപോലെ കുളിക്കുന്ന ടൈമിൽ കാലുമ അപ്ലൈ ചെയ്യുകയും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്ത് കുറച്ച് എൻ്റെ 6ാമത്തെ റിന്യൂവലിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ കുടുംബ പ്രാർത്ഥനയിലെത്തിക്കുമ്പോൾ മാതാവ് എനിക്ക് വെളിപ്പെടുത്തി, നിൻ്റെ കാലുവേദന പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് എന്ന് പറയുകയും അതുപോലെ തന്നെ ഞാൻ അത് അനുഭവിക്കാൻ തുടങ്ങി. അതായത് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനോ അല്ല നിൽക്കാനോ ഒരു പരിപാടിക്കൊക്കെ നിൽക്കുവാനോ മുമ്പ് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടൊന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ആദ്യത്തെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നു. രണ്ടാമത്തേത് മേജറായിട്ട് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾക്ക് വന്നത്, എൻ്റെ അമ്മയ്ക്ക് സ്റ്റേജ് 3 ക്യാൻസർ വന്നിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ വന്നിരുന്നു. അത് കേട്ടപ്പോൾ എന്താ പറയുക, കുടുംബത്തിലാകെ സങ്കടം നിറഞ്ഞു. അതായത് ഞാൻ ഒറ്റ മകനാണ്. അപ്പനും അമ്മയ്ക്കും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, ഏജായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. ഇതുപോലെ തന്നെ ഈ പറഞ്ഞമാതിരി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, എല്ലാം ആവറേജായിട്ട് പോകുന്ന ഫാമിലിയാണ്. ഇത് കേട്ടപ്പോൾ ആകെ എന്താ പറയുക, താങ്ങുവാൻ പറ്റുന്നതിൽ കൂടുതലായിരുന്നു. അമ്മ മുമ്പ് എക്സ്റേ ഫീൽഡിലായിരുന്നു. അപ്പോൾ റേഡിയേഷൻ കൂടുതലായിട്ട് ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്ത്, ഈ ബ്രസ്റ്റ് ക്യാൻസറിന് ഡയഗ്നോസ് ചെയ്ത് വന്നിട്ട് ഈ പറഞ്ഞ 2023 അത് ഇൻവേർട്ടഡ് നിപ്പിൾസായിട്ട് അത് കണ്ടപ്പോൾ തന്നെ അമലയിലേക്ക് പോവുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ബയോപ്സി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ ഇടയായി. അപ്പോഴാണ് കൂടുതലായിട്ട് അറിഞ്ഞത് ഇത് എന്താ പറയുക, കൂടുതൽ പ്രശ്നക്കാരനായിട്ടുള്ള വൈറസ് അല്ല, ഇറ്റ്സ് ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ റിക്കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ ഫുൾ ആയിട്ടുള്ള എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഹോപ്പ് ഡോക്ടർമാർ പറയുന്നില്ല. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സങ്കടം എല്ലാം ഒരുമിച്ച് വന്നതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിലേക്ക് അമ്മേനെ കൂട്ടിയിട്ട് വന്ന് സാക്ഷ്യം പറയാം എന്ന് പറയുകയും അതുപോലെ തന്നെ ജപമാല റാലി 2023 ഒക്ടോബറിൽ ജപമാല റാലിക്ക് ഞാനും അപ്പച്ചനും വന്ന് പങ്കെടുക്കാം. അമ്മ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ കരുണ കാണിക്കണമേ, കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് റിക്കവർ ആവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇതിന് എക്സ്പെൻസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഈ ബ്രസ്റ്റിലെ ലംസ് വന്ന് കുറച്ച് വലുതായിരുന്നു. ഓക്കെ, ഡയറക്റ്റായിട്ട് നമ്മൾ സർജറിക്ക് പോകാൻ പറ്റില്ല. സോ ആദ്യം തന്നെ ഒരു 18 കീമോസിൻ്റെ അടുത്ത് ചെയ്യാൻ വന്നു. ആ ലംപിൻ്റെ സൈസ് ചെസ്റ്റ് ബോളിന് പ്രസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ലംപ് വന്ന് ഗ്രോ ആയിരുന്നത്. അപ്പോൾ അത് ലംപിൻ്റെ സൈസ് റെഡ്യൂസ് ആക്കിയതിന് ശേഷമാണ് സർജറിക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓൾറെഡി കുറേ എന്താ പറയുക, ക്ലെയിംസൊക്കെ ചെയ്ത കാരണം കൊണ്ട് കുറച്ച് ഫിനാൻഷ്യലി കുറേ ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പലരും, സ്വന്തക്കാരും ബന്ധുക്കാരും സ്നേഹിതരും അങ്ങനെ പലരുടെയും സഹായത്തിലൂടെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ചെയ്യാൻ സാധിച്ചു. മാതാവിൻ്റെ അടുത്ത് വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തു.
ഈ ബയോപ്സി ചെയ്ത ടൈമിൽ അറിയാലോ, അപ്പോൾ ബയോപ്സിയുടെ ടൈമിലൊക്കെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ചെയ്തതിന് ശേഷം വേദന കാരണം ചിലപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ ചിലപ്പോൾ ഈ വേദന കാരണം കരച്ചിലും രാത്രി ഉറക്കത്തിലൊക്കെ ഉറങ്ങാൻ പറ്റാണ്ടുള്ള കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ വിശുദ്ധ എണ്ണയും ഉപ്പും തേനൊക്കെയാണ് നമ്മൾ അമ്മയ്ക്ക് കൊടുത്ത് അമ്മേനെ സങ്കടം മാറ്റിയിരുന്നത്. അതല്ലാതെ ഈ ഞങ്ങൾ ഈ റാലിക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ അമ്മയുടെ കൂടെ ആരും ഇല്ല എന്നൊരു സങ്കടം കൂടുതലായിരുന്നു. അപ്പോൾ മാതാവ് ഞങ്ങളുടെ സങ്കടത്തിനെ കണ്ടു. മാതാവ് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഉടമ്പടി കാശുരൂപവും ജപമാലയും ചേർത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ മാതാവിൻ്റെ ചൈതന്യം നീല ലൈറ്റായിട്ട് അമ്മയുടെ കൊന്തയിൽ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന ടൈമിന് മുമ്പായിട്ട് 5 മിനിറ്റോളം മാതാവിൻ്റെ സാന്നിധ്യം ആ കൊന്തയിൽ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ദർശിച്ചു, പ്രാർത്ഥിച്ചു. അതിലൂടെ ഞങ്ങൾക്കൊരു ഉദ്വേജനം കിട്ടി. അമ്മ ഞങ്ങളെ കരുതുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു വലിയൊരു ബോധ്യമാണ് നൽകിയത്. അതിലൂടെ അമ്മ നോക്കിക്കോളും. അമ്മേനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ജപമാല റാലിയിലേക്ക് പങ്കെടുത്തു. ജപമാലയിൽ ഈ പറഞ്ഞ മാതിരി എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും കംപ്ലീറ്റായിട്ട് ജപമാല റാലിയിൽ ഈ നിയോഗങ്ങൾ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനപ്പുറം ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ കീമോ കഴിഞ്ഞ ഉടനെ കീമോ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഈ പറഞ്ഞ മാതിരി ക്ഷീണമൊക്കെ ചെറുതായിട്ട് വന്നാലും മാതാവ് അധികം തളർത്തിയില്ല. അതായത് ഞാൻ കേട്ടത് കീമോതെറപ്പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലരും വളരെയധികം ഛർദ്ദിക്കുകയും ഭക്ഷണം കഴിക്കാതെ പോവുകയും ഒരു സ്ഥലത്ത് അങ്ങനെ തളർന്ന് കിടക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ദൈവകൃപയാൽ എൻ്റെ അമ്മയ്ക്ക് തളർച്ചയോ ഛർദിയോ ഒന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് വീടിൻ്റെ പണികളും എല്ലാം ചെയ്യാം. കീമോ ചെയ്തു വന്നതിന് ശേഷം വീടിൻ്റെ കാര്യങ്ങളും വീട്ടിലത്തെ ആവശ്യങ്ങളും എല്ലാം ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്നു അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മേനെ കെടുത്തല്ലേ മാതാവേ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് കീമോതെറപ്പിയൊക്കെ കഴിഞ്ഞു. പിന്നെ കീമോതെറപ്പി കഴിഞ്ഞ ശേഷം സർജറി ഓർത്തിട്ട് അമ്മയ്ക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ സർജറിക്കും മാതാവ് സഹായിച്ചു. ഫിനാൻഷ്യലായിട്ടും ആൾക്കാരായിട്ടും ഒക്കെ വന്ന് മാതാവിൻ്റെ സഹായം ഞങ്ങൾ അനുഭവിക്കാൻ ഇടയായി. അതിനോർത്ത് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ സർജറി കഴിഞ്ഞിട്ടുള്ള റേഡിയേഷൻ തെറാപ്പിയിലും അമ്മയ്ക്ക് അധികം ഈ പൊള്ളലൊന്നും ഏൽക്കാതെ കംപ്ലീറ്റായിട്ട് ആ സെൽസ് എല്ലാം കംപ്ലീറ്റായിട്ട് ക്ലിയറായ ബോധ്യം അമ്മ ഞങ്ങൾക്ക് നൽകി. അതുപോലെ തന്നെ ഡോക്ടറും അത് സ്ഥിരീകരിച്ചു. അത് കഴിഞ്ഞിട്ട് 2024 എല്ലാം കീമോ റേഡിയേഷൻ എല്ലാം കംപ്ലീറ്റായി. പെറ്റ് സ്കാൻ അങ്ങനത്തെ പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം ക്ലിയറായി, എല്ലാം ഓക്കെ എന്ന് റിപ്പോർട്ട് വരികയും നവംബറിൽ 2024 അതിൽ മാമോഗ്രാം ചെയ്തു, അൾട്രാസൗണ്ട് എല്ലാം ചെയ്തു. കംപ്ലീറ്റ്ലി ഒന്നും തന്നെ ഇല്ല എന്ന് റിപ്പോർട്ട് വന്നതിനോർത്ത് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഇനിയൊരു സാക്ഷി എന്ന് പറയുന്നത് ഇതിനിടയ്ക്കായിട്ട് തന്നെ എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഞാൻ 30 വയസ്സ് തൊട്ട് പ്രപ്പോസൽസിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെയധികം പാരൻസിന് വിഷമമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മാരേജ് ചെയ്ത് പോകുമ്പോൾ എനിക്കും ചെറുതായിട്ട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ മാതാവ് അമ്മേനെ ശക്തമാക്കിയതിന് ശേഷം വിത്തിൻ മാസങ്ങൾക്കുള്ളിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിയാനും ജനുവരിയിൽ എൻ്റെ മാരേജ് കഴിഞ്ഞു. ജനുവരി 19-ാം തീയതി എൻ്റെ മാരേജ് കഴിഞ്ഞു. എൻ്റെ വൈഫാണിത്. അപ്പോൾ എല്ലാം ചെയ്തു തന്ന എൻ്റെ മാതാവ് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബമായിട്ട് ഞാൻ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഒരുപാട് എന്നാൽ കഴിയുന്ന കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തിരുന്നു. ഈ പത്രങ്ങൾ വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന പൈസ സഹായമായി അപേക്ഷിച്ച് വരുന്ന ഓരോരുത്തർക്കും ആ സഹായവും, അതുപോലെ ഭക്ഷണമായിട്ട് കഴിയുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ ആവശ്യമുള്ളവർക്കും അനാഥ ആശ്രമങ്ങളിലും പൈസയായിട്ടും പാലിയേറ്റീവ് കെയറിലൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിച്ച് ആ കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്നു.
വിൻസെൻ്റ് പോളിൻ്റെ മെമ്പറും കൂടിയാണ് ഞാൻ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ രോഗികളൊക്കെ പോയി സന്ദർശിക്കാനും അതുപോലെ തന്നെ ഈ ഒപ്പീസ് മരിച്ചവരുടെ അടക്കം ചെയ്യുന്ന അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും മാതാവ് എനിക്ക് കൃപ നൽകി. ഇതേ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ മാതാവ് വചനത്തിലൂടെ അനവധി ബോധ്യങ്ങൾ നൽകി, പ്രാർത്ഥന അനുഭവങ്ങൾ നൽകി. അതുപോലെ തന്നെ വചനത്തിൽ ആഴപ്പെടുവാനായിട്ടും ഈ കുടുംബ പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുവാനും കുടുംബ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി തന്നു. നമ്മൾ പലപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ പലപ്പോഴും എന്താ പറയുക, ശ്രദ്ധയില്ലാതെ പലപ്പോഴും നമ്മൾ കുടുംബ പ്രാർത്ഥന അവഗണിച്ച് പോകുന്ന സമയങ്ങളുണ്ട്. അത് തെറ്റാണെന്നുള്ള വലിയ ഒരു ബോധ്യമാണ്. നമ്മൾ ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ഭജനത്തിൽ പറയണ പോലെ 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമെന്ന വലിയ ഒരു ബോധ്യമാണ് കുടുംബ പ്രാർത്ഥനയിലൂടെ ദൈവം എനിക്ക് തന്നത്. അത് ഞാൻ ഈ ഉടമ്പടി കാലം, എൻ്റെ ആയുഷ്കാലം മുഴുവനും നിത്യത എത്തുന്ന വരയ്ക്കും ഞാൻ പാലിക്കും എന്ന് തമ്പുരാനോട് ഞാൻ വാക്ക് തരികയാണ്. കുടുംബ പ്രാർത്ഥനയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ശ്രദ്ധയോടെ ഇരിക്കുവാനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലും അത് വിശദമായിട്ടുള്ള കൂദാശകളിലും ഭക്തിപൂർവ്വം നിൽക്കുവാനും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുവാനും മാതാവിനെ സഹായിച്ചു, എൻ്റെ കുടുംബത്തിനെ സഹായിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനം 121:4 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്തുഭാഗത്തുണ്ട്. ജിജോ എന്ന മകൻ തൻ്റെ കുടുംബവുമായിട്ട് തനിക്കും കുടുംബത്തിനും അമ്മയ്ക്കും ലഭിച്ച രോഗസൗഖ്യവുമൊക്കെ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഈ ഒരു സംരക്ഷണം തൻ്റെ അമ്മയുടെ രോഗ അവസ്ഥകളിൽ തങ്ങൾക്ക് ലഭിച്ചത്, അതുപോലെ തന്നെ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എങ്ങനെ നീല വെളിച്ചമായി തങ്ങൾക്ക് അനുഭവപ്പെട്ടു. അമ്മ അറിയുന്നുണ്ട്, അമ്മ ഭവനത്തിന് ചുറ്റും അമ്മയുടെ സംരക്ഷണമുണ്ട്, ദൈവ സാന്നിധ്യത്തിലാണ് തങ്ങളുടെ കുടുംബമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ നിമിഷങ്ങൾ എന്നൊക്കെ ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. അതുപോലെ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും അങ്ങനെ തൻ്റെ കുടുംബത്തെ ഒന്നാകെ ഇന്ന് അമ്മ പിടിച്ചു നിർത്തുമ്പോൾ തനിക്ക് ഒരു പുതുജീവിതം, തൻ്റെ ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് വന്ന് ഈ മകൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ തൻ്റെ ജീവിതകാലം അത്രയും നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ഇവിടെയുള്ള നമ്മുടെ ജീവിതം. അത് പ്രത്യേകിച്ച് ഉടമ്പടിയിലൂടെ ഒന്നുകൂടെ ഓരോ മക്കൾക്കും ബോധ്യം കിട്ടി അവരെ ജീവിതത്തിൽ ദൈവത്തെ ഏറ്റുപറയുന്ന നിമിഷങ്ങൾ. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.